നമസ്കാരം, ഏവർക്കും ശുഭദിനം നേരുന്നു. താമര കൃഷിയുടെ കുതിപ്പും കിതപ്പും കണ്ടറിഞ്ഞവരാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ താമര കർഷകർ. താമര മുട്ടിട്ട് വിടരുന്ന വലിയ പറപ്പൂർ കായലിലെ വിശേഷങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണിത്. നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായൽ പാടത്ത് ചെന്താമരകൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന കാഴ്ച വർണ്ണ മനോഹരമാണ്. പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എത്ര കണ്ടാലും മതിവരാത്ത ഈ ചെന്താമര കാഴ്ചകളിലേക്ക്. തിരുനാവായെന്ന് അറിയപ്പെടുന്നത് താമര കൃഷി ഉണ്ടായിട്ട് തന്നെ താമരപ്പൂ ഉണ്ടായിട്ട് തന്നെയാണ്. ഇത് തന്നെ തിരുനാവായ മെയിനായിട്ട് ഇത് തന്നെയാണ് താമരപ്പൂവിൻ്റെ. പിന്നെ തിരുനാവായ അമ്പലത്തിൽ ഒരു പൂവിന് ഒരു ദിവസം വേണം. പൂവിൻ്റെ ഉപയോഗം അമ്പലങ്ങൾക്കാണ് മിക്കവാറും പോകുന്നത്. ദൂരങ്ങളിൽ എറണാകുളം, കണ്ണൂർ, പിന്നെ ഗുരുവായൂർ, കോയമ്പത്തൂർ, തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ സേലത്ത് ഒക്കെ പോകുന്നുണ്ട്. ബാംഗ്ലൂർ ഒക്കെ പോകുന്നുണ്ട്. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ദിവസം വിളവെടുക്കാണ്, ദിവസമാണ്. ഒരു ദിവസം 1000, 1500 പൂവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, 2000 ഒക്കെ കിട്ടുന്നുണ്ട്.
രാവിലെ വൈകുന്നേരമായിട്ട് ഇനിയിപ്പോൾ റേറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പ്രളയം വന്നാൽ 4 മാസം കൂടി കൂടും. ഒക്കെ ചീഞ്ഞ് പോയി ഓരോ വള്ളിയേ ഉണ്ടാവുള്ളൂ. വമ്പൻ നഷ്ടമാണ്. പ്രളയം കയറിയിട്ട് വെള്ളം ഒക്കെ താമരൊക്കെ ചീഞ്ഞ് പോയി 2ാം വട്ടം ഉണ്ടാക്കി കൊടുന്ന് അപ്പോൾ റേറ്റും കുറഞ്ഞ്. പിന്നെ ഇനിയിപ്പോൾ റേറ്റ് കിട്ടാൻ പണിയാണ് ഇനി ഈ കൊല്ലം. ഈ വർഷം അടുത്ത വർഷം നോക്കാം. കുറേ ചിലവാണ്. പിന്നെ ഉള്ളതൊക്കെ ഈ ഒരു സൈസ് താമരക്കോയി എന്നിട്ട് തിന്ന് പോവുകയാണ്. പാട്ടത്തിനുണ്ട്, നമ്മുടെ സ്വന്തം സ്ഥലമുണ്ട്. പണിക്കാരൻ ചേട്ടനാണ് ആളുണ്ട് നമുക്ക്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, കുറേ ആളുണ്ട്. നമ്മളൊരു 10-20 ഏക്കർ ഉണ്ടാക്കുന്നുണ്ട്. വോട്ടിൽ 400-500 ഏക്കർ സ്ഥലമുണ്ട്. പാരമ്പര്യമായിട്ട് കാരണന്മാരായിട്ടും ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ പോകുന്നതാണ്.